ഭാരത് ടിവിയുടെ മെൽബൺ വിശേഷത്തിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ 19 മലയാള ഭാഷയുടെ വായനാ ദിനമായി ആചരിക്കുകയാണ്. ആ വായനാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഭാരത് ടിവിയിൽ നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട്. മലയാള ഭാഷയെയും സാഹിത്യത്തെയും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്നേഹിച്ച ശ്രീമതി ലക്ഷ്മി നായർ. ഭാരത് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ലക്ഷ്മി, മലയാള സാഹിത്യത്തിനെയും ഭാഷയെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷ്മി കുറേ തരം പുസ്തകങ്ങളൊക്കെ ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ കയ്യിൽ കുറച്ച് പുസ്തക ശേഖരങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ പുസ്തകങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ആവശ്യക്കാരിലേക്കും കൂടെ എത്തിച്ചുകൂടാ? അതിനെന്താണ് ഒരു വഴി? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഇത് ഈ ഓസ്ട്രേലിയയിൽ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന, വായിക്കാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പേരിൽ ഇത് എത്തിച്ചുകൂടാ എന്നൊരു ആശയം തോന്നി. അങ്ങനെയാണ് ഫേസ്ബുക്ക് പേജിൽ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് പുസ്തക ശേഖരങ്ങളുടെ ഫോട്ടോ എടുത്ത് ഞാൻ അത് ഫേസ്ബുക്കിലിടുകയാണ് ചെയ്തത്. ഇത് നമുക്കിത് ആവശ്യക്കാർക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം. വായിച്ച് ഞാൻ ആ പുസ്തകങ്ങൾ അവർക്ക് നേരിട്ടോ, മെൽബണിൽ എവിടെയെങ്കിലും അടുത്താണെങ്കിൽ അവർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുക. അത് വായിച്ചതിന് ശേഷം 3 ആഴ്ചകൾക്ക് ശേഷം തിരിച്ച് എനിക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഞാൻ വന്ന് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പോസ്റ്റ് തിരിച്ചയച്ചു തരികയോ ചെയ്യുക എന്നുള്ള ഒരു ആശയം തോന്നി. മലയാള ഭാഷയോടും സാഹിത്യത്തിനോടും എന്നു മുതൽക്കാണ് ലക്ഷ്മിക്ക് ഇത്രയും അഭിരുചി തോന്നി തുടങ്ങിയത്? എൻ്റെ ഹൈസ്കൂൾ സ്കൂൾ മുതൽ എൻ്റെ ഒരു മാഷുണ്ടായിരുന്നു, പത്മകുമാർ സാറ്. അദ്ദേഹം മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഥകളും കവിതകളും കുട്ടികളിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം കഥയും നോവലൊക്കെ എഴുതുന്ന ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹം ഞങ്ങളെ മലയാളം പഠിപ്പിച്ചിരുന്നു. അപ്പം ഈ സാറിൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾക്കൊക്കെ ഒരു കഥയോ കവിതയോ ഒക്കെ എഴുതാനുള്ള ഒരു അവസരം സാറ് തന്നിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതി തുടങ്ങി, ഭാവന അനുസരിച്ച് എഴുതി തുടങ്ങിയപ്പോൾ മാഷാണ് പറഞ്ഞത്, കുട്ടി എഴുതണം, പഴയകാല സാഹിത്യകാരന്മാരുടെ ബുക്കുകൾ വായിക്കണം, കവിതകൾ വായിക്കണം. അങ്ങനെയാണ് ഞാൻ ഈ കഥയും കവിതയും ഒക്കെ എഴുതി തുടങ്ങിയത്. പിന്നെ ഞാൻ മലയാള മനോരമ ഭാഷാഭൂഷണി 1997 മലയാള മനോരമയുടെ ഭാഷാഭൂഷണി സമ്മാനം അവാർഡ് ലഭിക്കുകയുണ്ടായി. അതൊരു ജീവിതത്തിലെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. കാരണം നമ്മളുടെ കഥയോടും കവിതയ്ക്കും കിട്ടുന്ന ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ അങ്ങനെ പിന്നെ ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് സാഹിത്യത്തെ കാണാൻ തുടങ്ങി. ഭാഷാഭൂഷണി സമ്മാനം കിട്ടുന്നതോടൊപ്പം നമുക്ക് 1000 രൂപയുടെ ഒരു DC ബുക്സിൻ്റെ ഒരു വൗച്ചർ ഉണ്ടായിരുന്നു. അപ്പം 1000 രൂപയുടെ ബുക്കുകൾ വാങ്ങാം, DC ബുക്സിൽ നിന്ന് ബുക്കുകൾ വാങ്ങാം. അങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ വാങ്ങിച്ച് ശേഖരിക്കാനുള്ള ഒരു തുടക്കം അവിടെ നിന്നായിരുന്നു. അല്ല ലക്ഷ്മി പറയുന്നു, നാട്ടിൽ നിന്ന് പുസ്തകം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സപ്ലൈ ചെയ്യുന്നു ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. അത്രയധികം വായനക്കാർ ഇവിടെ ഓസ്ട്രേലിയയിലുണ്ടോ? ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു. ഇവിടെ നമുക്കും പുസ്തകങ്ങൾ ആദ്യം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ 1-2 പുസ്തകങ്ങൾ മാത്രമേ കൊണ്ടുവന്നിരുന്നുള്ളൂ ആദ്യമൊക്കെ വരുമ്പോൾ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ജെസ്സി എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് നന്നായി വായിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകങ്ങൾ കൊടുത്തിരുന്നു. അത് മറ്റ് ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പം അവർക്കും പുസ്തകങ്ങൾ വേണം. നമ്മൾ വിചാരിക്കും ഇവിടെ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ കേരളം വിട്ട് വരുമ്പോൾ നമ്മുടെ വായന കുറേ ജോലി തിരക്ക് കൊണ്ടൊക്കെ കുറയാറുണ്ട്. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ പുസ്തകങ്ങൾ കിട്ടാത്തത് കൊണ്ട് വായിക്കാത്ത ഒരുപാട് പേരെ ഞാൻ ഇതിനോട് കണ്ടുമുട്ടുകയാണ്. അങ്ങനെയാണ് ശരിക്കും ഈ ആശയം തന്നെ ഉണ്ടാവാനുള്ള ഒരു കാരണം.
പുസ്തകങ്ങൾ അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പുസ്തകങ്ങൾ കിട്ടുന്നില്ല. എന്തുകൊണ്ട് വായിക്കുന്നില്ല? എനിക്ക് പുസ്തകങ്ങൾ കിട്ടുന്നില്ല. പുസ്തകങ്ങൾ കിട്ടാത്തത് കൊണ്ട് ഒരുപാട് പേര് അത് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ചേട്ടൻ്റെ ഗൃഹാതുരത്വം തീർന്ന ഒരുപാട് ഓർമ്മകൾ, അതുപോലെ തന്നെ പുതിയ പുതിയ വായനക്കാരെ, മലയാളത്തിലെ പുതിയ പുതിയ വായനക്കാരെ പലർക്കും പരിചയപ്പെടാനുള്ള അവസരങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും ഇവിടെ വായനക്കാരില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞത് നമ്മുടെ ഇടയിലും ഒരുപാട് വായിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പുസ്തകങ്ങൾ ഇപ്പം നമ്മുടെ ലൈബ്രറിയിൽ മലയാളം പുസ്തകങ്ങൾ കിട്ടാൻ സാധ്യതയില്ലല്ലോ. അപ്പം പുസ്തകങ്ങൾ കിട്ടുന്നതിനുള്ള ലഭ്യത ഇല്ലാത്തത് കൊണ്ട് വായിക്കാതെ പോകുന്ന ഒരുപാട് പേരെയാണ് ഞാൻ കണ്ടുമുട്ടിയത്. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഇത്രയും പുസ്തകങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വളരെ ചിലവേറിയൊരു കാര്യമല്ലേ? അപ്പോൾ അത് സ്വന്തമായിട്ട് വായിക്കുകയാണോ? അപ്പോൾ ആരെങ്കിലും ഇതിന് സഹായിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ഒരു ആശയം തുടങ്ങുമ്പോൾ ശരിക്കും എൻ്റെ മനസ്സിൽ പിന്നെ അതുപോലെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നുള്ള ഒരു യാത്രയില്ലേ നമ്മൾ, എന്താണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം, അതും കൂടി ആ ഒരു യാത്രയിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് ഈ നമ്മുടെ പുസ്തകത്തിന് എത്തിക്കുന്നതിനുള്ള ഒരു ആശയം തുടങ്ങി. എന്തെങ്കിലും നമ്മളും ഞാൻ ബേസിക്കലി ഒരു സോഷ്യൽ വർക്കറാണ്. മലയാള ഭാഷയും സാഹിത്യത്തെയും ഇവിടെ ബൈലിംഗ്വൽ വർക്കറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. അപ്പം അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും, അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ ഈ തുടക്കത്തിൽ ഇപ്പോൾ എന്തായാലും ഇതിനുള്ള ചിലവുകൾ, നാട്ടിൽ നിന്ന് പുസ്തകം എത്തിക്കുന്നതിൻ്റെ ചിലവും പുസ്തകം പോസ്റ്റിൽ അയച്ചു കൊടുക്കുന്നതിൻ്റെ ചിലവും എല്ലാം ഞാൻ തന്നെയാണ് വഹിക്കുന്നത്. അത് കുറച്ച് ചിലവേറിയ ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്തുക എന്നുള്ള നിലയിൽ ഞാൻ ആ ചിലവ് ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു സംരംഭത്തിന് മുന്നിട്ടിറങ്ങിയത്. ഇതിനോടകം തന്നെ ലക്ഷ്മി നായർ തൻ്റെ സംരംഭത്തിനെ കുറിച്ച് വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം വായന, ഇപ്പോൾ നിങ്ങൾക്ക് ബുക്കുകൾ വായിക്കണം എന്നുണ്ടെങ്കിൽ, മലയാളം ബുക്കുകൾ വായിക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മിനിയായിട്ട് ബന്ധപ്പെടാം. ലക്ഷ്മി ബുക്കുകൾ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കും. ഇതോടുകൂടി ഇന്നത്തെ മെൽബൺ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത മെൽബൺ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഐ ആം മനോജ് ഗുരുവായൂർ, സൈനിങ് ഓഫ്.